ഹായ് ഫ്രണ്ട്സ്, എൻ്റെ നാട് മുളഞ്ഞൂർ. നാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ 4 വശത്ത് അമ്പലങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് ഒരു അമ്പലത്തിലെ പരിപാടി കഴിയുമ്പോഴേക്കും അടുത്ത അമ്പലത്തിലെ പരിപാടി തുടങ്ങിക്കോളും. നമ്മൾ ആദ്യം കാണുന്ന അമ്പലം മന്നത്തുകാവ്. ഈ അമ്പലത്തിലെ അമ്മേനെയും മുളഞ്ഞൂർ മുത്തി എന്നാണ് കേട്ടോ വിളിക്കാറ്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് മുളഞ്ഞൂർ മുത്തിയുടെ മകളിനെയാണ് കേട്ടോ. മകളിനെ പറയുന്ന അമ്പലത്തിൻ്റെ പേരാണ് മുളഞ്ഞൂർ ഭഗവതി. പക്ഷെ നാട്ടിലെല്ലാവർക്കും കാട്ടിലമ്പലം എന്ന് പറഞ്ഞാലാണ് കേട്ടോ അറിയാറ്. കാടിൻ്റെ ഉള്ളിലാണ് അമ്പലം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ പോകുന്നതിനെക്കാട്ടിലും നടന്നു പോകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കൂടുതൽ വൈബ് അറിയുന്നത്. എൻ്റെ കുട്ടിക്കൊക്കെ ഈ നടന്നു പോകുന്നത് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് അങ്ങോട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടോ. അമ്പലത്തിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലും നടക്കുമെന്നാണ് കേട്ടോ. ഇവിടെ വീടില്ലാത്തവർക്ക് വീടിൻ്റെ രൂപം, കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിയൊക്കെ വാങ്ങി ചാർത്താവുന്നതാണ് കേട്ടോ. അല്ലാതെ വേറെ എന്ത് സങ്കടം വന്ന് പറഞ്ഞാലും മുളഞ്ഞൂരമ്മ കേൾക്കുമെന്നാണ് കേട്ടോ ഇവിടുത്തെ ഐതിഹ്യം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നതാണെങ്കിൽ കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇത് എല്ലാം കാടിൻ്റെ നടുവശത്തിലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താൻ പോവാണ് കേട്ടോ.